ഞാൻ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ പുല്ലൂർ മധുരയിൽ കയറി ഇവിടെ വന്നിറങ്ങി വീഡിയോ ഒക്കെ എൻഡ് ചെയ്ത് ഞാൻ വെയിറ്റിംഗ് റൂമിലൊക്കെ കുറച്ച് നേരം ഇന്ന് റെസ്റ്റ് ചെയ്തിട്ട് രാവിലെ നേരത്തെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ ഒന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇവിടുന്ന് രാവിലെ 7 മണിക്കെടുത്ത് 10:25 രാമേശ്വരത്തുനിന്ന് മധുരൈ ജംഗ്ഷൻ രാമേശ്വരം പാസഞ്ചറിലാട്ടോ നമ്മുടെ യാത്ര വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ മുമ്പിലൊന്ന് നിൽക്കുകയാണ്. ഈ പകർത്തി വന്ന് റെയിൽവേയിൽ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് വണ്ടിയിൽ കയറാട്ടോ. അപ്പോൾ ആ രാമേശ്വരം പാസഞ്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ നല്ല തിരക്കാട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ ഒരു എൻട്രൻസിൻ്റെ കാഴ്ചകൾ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇതേ കുറച്ച് മുന്നോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബസ്സൊക്കെ അവിടെ വന്ന് തിരിഞ്ഞിങ്ങനെ പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ളത് കേട്ടോ. നമ്മുടെ പാസഞ്ചർ ഏത് പ്ലാറ്റ്ഫോമിലാണ് കിടക്കണേ നോക്കണം കേട്ടോ. അപ്പോൾ ബസ്സുകളൊക്കെ ഇതേ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. 5:30 പോലെ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. കുറേ നമ്മുടെ പാണ്ടിയിൽ സൂപ്പർ ഫാസ്റ്റ് ഒക്കെ വന്നിറങ്ങിയതിന് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് നേരെ ഈ വഴിക്ക് നടന്ന് ഇതാട്ടോ ഇപ്പോഴത്തെ ഒരു വഴി. കാരണം ഇവിടെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ നേരെ ചെന്ന് റെയിൽവേയിൽ സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം കേട്ടോ. നമ്മളിങ്ങനെ വരുന്ന സമയത്ത് നേരെ കയറി വരുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ ആട്ടോ ഈ കാണുന്നത്. ബുക്കിംഗ് ഓഫീസും ടിക്കറ്റ് കൗണ്ടറൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമുക്കിവിടെ റെയിൽവേൻ്റെ സ്കാനറിൽ ചെന്ന് ടിക്കറ്റ് എടുക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് 3% ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് നമ്മുടെ റെയിൽവേൻ്റെ സ്കാനർ ത്രൂ നേരത്തെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ എൻട്രൻസിന് അങ്ങോട്ടോ വരണത്. അപ്പോൾ ഇതാണ് മധുരൈ ജംഗ്ഷൻ്റെ ഇപ്പോഴത്തെ എൻട്രൻസ്. കാരണം ആ ഭാഗം പൊളിച്ചിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കാർ പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഒക്കെ വരണതിൻ്റെ അടുത്ത് തന്നെയാണ്. നമുക്ക് ഇതിൽ കൂടെ കയറാം കേട്ടോ. നമ്മുടെ പാസഞ്ചർ എനിക്ക് തോന്നുന്നത് സെക്കൻഡിൽ അടക്കമാണ് നമ്മുടെ പാസഞ്ചർ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ ചെന്ന് അതിൽ കയറിയിരിക്കാം. ഇങ്ങനെ തന്നെയാട്ടോ ഞാൻ കയറുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന് വീഡിയോ അവസാനിപ്പിച്ച് ഇറങ്ങിയത് ബാക്ക് എൻട്രൻസിൽ കൂടെ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് എൻട്രൻസിൽ കൂടെ ആട്ടോ കയറി പോകുന്നത് അകത്തേക്ക്. നമ്മുടെ രാമേശ്വരം പാസഞ്ചർ ഉള്ളത് 3ാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ. 56-711 D3 കേട്ടോ. പ്ലാറ്റ്ഫോം 3-ലാണുള്ളത്. 7 മണിക്ക് ഡിപ്പാർട്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം ചെന്ന് ഈ വണ്ടിയിൽ കയറിയിരിക്കാം. നമ്മുടെ വണ്ടി 3-ലാട്ടോ, 2-ലല്ല. അപ്പോൾ ഈ വണ്ടി അത് നോക്കണം കേട്ടോ. നമ്മുടെ വണ്ടി അതാ നിൽക്കണ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ ചെന്ന് കയറാം കേട്ടോ. ഇതിന് കപ്പിൾ ചെയ്തിട്ടുണ്ടോ, ലോക്കോ കപ്പിൾ ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. ഇത് 3ാമത്തെ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ വണ്ടി വരുന്നത്. ലോക്കോ ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു WDP 4D ആണ് നമ്മുടെ ലോക്കോ വരുന്നത്. ഞാനതൊന്ന് ഫ്രണ്ടിൽ തന്നെ കയറാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ നമുക്ക് നല്ല ലോക്കോടെ ഇതൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കയറിയിരിക്കാം കേട്ടോ. ഇവിടെ ആരെങ്കിലും കയറി ഇരുന്നുണ്ടോ എന്ന് എനിക്ക് നമുക്ക് വിൻഡോ സൈഡ് കിട്ടണമെന്ന് നോക്കിയിട്ട് നിൽക്കാം കേട്ടോ. നമുക്ക് മുന്നിൽ ചെന്ന് നമ്മുടെ ലോക്കോ ഷൂട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലോക്കോ വരുന്ന ഒരു WDP 4D ആണ് നമ്മുടെ പാസഞ്ചറിൻ്റെ. അപ്പോൾ ഞാൻ ലോക്കോന്നൊരു 4ാമത്തെ കോച്ചിലൊക്കെയാട്ടോ കയറിയിരിക്കണത്. നമുക്ക് ലോക്കോ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അത്ര മുമ്പിൽ കയറിയിരുന്നത്. നമുക്കൊന്ന് ലോക്കോ എടുത്തിട്ട് വരാൻ പോയിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ലോക്കോ വരുന്നത്. WDP 4D പൊന്മല ഡീസൽ ലോക്കോ ഷെഡിൻ്റെ ലോക്കോ ആട്ടോ. 40-481 ആട്ടോ നമ്മുടെ ലോക്കോ നമ്പർ. അപ്പോൾ ഇതാണ് നമ്മുടെ സാരഥി വരുന്നത്. ഇവനാണ് നമ്മളെ മധുരയിൽ നിന്ന് രാമേശ്വരം വരെ നയിക്കുന്ന ലീഡിങ് ലോക്കോ കേട്ടോ. നമുക്ക് നമ്മുടെ വണ്ടിയുടെ ലോക്കോ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൃത്യം 7 മണിക്ക് എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോച്ചിലേക്ക് ഇനി പതുക്കെ പോവാം കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബോർഡ് വരുന്നത് കേട്ടോ. മധുരൈ രാമേശ്വരം, മധുരൈ ദിണ്ടുക്കൽ വെളിപ്പുറം. ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ഒരു റേക്ക് ഷെയറിങ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ കോച്ചിൽ പോവാം കേട്ടോ. ഞാനൊരു ഇതും കഴിഞ്ഞ് ഇതിൻ്റെ അപ്പുറത്തെ കോച്ചിലാട്ടോ കയറിയിരിക്കണത്. ഇവിടെയൊക്കെ വിൻഡോ സൈഡൊക്കെ നേരത്തെ പോയി കഴിഞ്ഞു നമുക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് ബാക്കിൽ പോകേണ്ടി വരും. കാരണം ഈ വണ്ടി നേരത്തെ കൊണ്ട് പിടിച്ചോണ്ട് ഇതിനെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ വിൻഡോ സൈഡ് നല്ലത് കിട്ടുന്നത്. എമർജൻസി എക്സിറ്റ് കിട്ടിയില്ല, അതിന് തൊട്ട് മുമ്പിലത്തായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. എനിക്ക് ഇവിടെ നിന്ന് രാമേശ്വരം വരെ, മധുരൈ ടു രാമേശ്വരം വരെ പോകാനായ ചാർജ് എന്ന് പറയുന്നത് 40 രൂപയാട്ടോ. നമ്മുടെ പാസഞ്ചർ ട്രെയിനാണ്, ഓർഡിനറി കാറ്റഗറിയിൽ വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ end-to-end ട്രാവൽ ചെയ്യാൻ 40 രൂപയാണ് ആയത്. അപ്പോൾ ഞാൻ ലോക്കോ ഒക്കെ ഷൂട്ട് ചെയ്ത് നേരെ ചെന്നിപ്പോൾ നമ്മുടെ കോച്ചിൻ്റെ അടുത്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കയറാം. 7 മണിയാകുമ്പോൾ വണ്ടി ഇവിടുന്ന് ഡിപ്പാർട്ടാവും. ഇവിടെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ 2 ട്രെയിൻ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരേ സമയത്ത് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി 56-711 നമ്മുടെ പാസഞ്ചറും, അതേപോലെ തന്നെ ആ ബാക്കിലായിട്ട് 167-22 നമ്മുടെ മധുരൈ കോയമ്പത്തൂർ ഇൻ്റർസിറ്റിയും ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നാട്ടോ ഡിപ്പാർട്ടാവുക. അപ്പോൾ നമ്മുടെ വണ്ടി പകുതിയും അതിനപ്പുറം മറ്റേ വണ്ടിയായിട്ടുള്ളത്. അപ്പോൾ 10 മിനിറ്റ് വ്യത്യാസത്തിലാണ് 2 വണ്ടി ഡിപ്പാർട്ടാവുക. നമ്മുടെ വണ്ടി 7 മണിക്ക് എടുക്കും. ആ നിൽക്കുന്ന വണ്ടി 7:10 ഇവിടുന്ന് ഡിപ്പാർട്ടാവുന്നത്. അപ്പോൾ ഒരേ വണ്ടി 2 പ്ലാറ്റ്ഫോമിൽ നിന്ന് 10 മിനിറ്റ് ഗ്യാപ്പിലാണ് എടുത്ത് പോണത്. നമ്മുടെ വണ്ടിയുടെ റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എടുത്ത് മാനാമധുരൈ ചെന്ന് മാനാമധുരൈ വഴി നേരെ നമ്മൾ പരമക്കുടി, രാമനാഥപുരം, മണ്ഡപം, അങ്ങനെയാണ് രാമേശ്വരം പോകട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി എടുക്കാൻ ഒരു 5 മിനിറ്റ് ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. ഞാനൊരു വണ്ടി എടുക്കുന്ന സമയം ഭാഗത്ത് കയറാനുള്ളൊരു പ്ലാനാട്ടോ. നമ്മുടെ വണ്ടി കൃത്യം 7 മണിക്ക് മധുരൈ ജംഗ്ഷൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കാം കേട്ടോ. 56-711 നമ്മുടെ
മധുരൈ ജംഗ്ഷൻ രാമേശ്വരം പാസഞ്ചർ ഇത് ഇവിടുന്ന് ഡിപ്പാർട്ട് ആവാണ് കൃത്യം 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്ന് 167-22 നമ്മുടെ ഇൻ്റർസിറ്റിയും ഡിപ്പാർട്ടാവും കേട്ടോ. മധുരൈ ജംഗ്ഷൻ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി. ആൾക്കാർ വണ്ടി എടുക്കണതിൻ്റെ 2 മിനിറ്റ് മുന്നേ വരെയൊക്കെ വന്ന് വണ്ടിയിൽ കയറണ്ടായിരുന്നു കേട്ടോ. ഓട്ടി കയറിയൊക്കെ നോക്കണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വണ്ടി ഇവർ നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് പിടിക്കണോണ്ട് തന്നെ സീറ്റൊക്കെ വേഗം ഫില്ലാവും കേട്ടോ. ഞാനൊരു 6:30 വന്നപ്പോൾ എനിക്ക് ഭാഗ്യം കൊണ്ടാണ് വിൻഡോ സൈഡ് കിട്ടിയത്. ഞാൻ എന്താ പറയുക, നമ്മുടെ ലോക്കോന്നൊരു 3ാമത്തെ കോച്ചിലാട്ടോ കയറിയിരിക്കണത്. നമ്മുടെ ലോക്കോയുടെ ഒരു ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഡീസലായതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ കയറിയിരുന്നതിൻ്റെ കാരണം തന്നെ. നമ്മളെ മധുരയിനോട് വിട പറഞ്ഞ് രാമേശ്വരം ലക്ഷ്യമാക്കി പോവാണ്. ഇവിടെ ഒരു P7 കിടക്കുന്നുണ്ട് കേട്ടോ, 30,538 റോയപുരത്തിൻ്റെ. നമ്മളിപ്പോൾ ലൈൻ തിരിഞ്ഞ് കയറും കേട്ടോ. നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറും. പക്ഷെ ഇപ്പോൾ വണ്ടി ഇവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, എന്താ സംഭവം എന്നറിയില്ല. റൈറ്റ് സൈഡിൽ കൂടെ പോണ ലൈനാട്ടോ. നേരെ അങ്ങനെ പോയിട്ട് വിരുദനഗർ അങ്ങനെ പോകുന്നൊരു ലൈനാണത്. അപ്പോൾ നമ്മൾ നേരെ തിരിഞ്ഞ് രാമേശ്വരം ലൈനിലോട്ട് കയറിയിരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ രാമേശ്വരം ലൈൻ. അപ്പോൾ തൊട്ടപ്പുറത്തിൽ കൂടെ പോകുന്ന ലൈൻ എന്ന് പറയുന്നത് നേരെ തിരുനെൽവേലി അങ്ങനെ പോകുന്ന ലൈനാട്ടോ. നമ്മുടെ ഇന്നലെ പുല്ലൂർ മധുരൈ വന്നത് ആ ലൈനിൽ കൂടെയാണ്. ഒരു P7, അതേപോലെ തന്നെ ഒരു ഓവർഹോൾ ചെയ്ത ഒരു WP4 അർക്കോണത്തിൻ്റെ, അതേപോലെ തന്നെ വീണ്ടും റോയപുരത്തിൻ്റെ ഒരു P7 37,900. നമ്മൾ നേരെ ആ ലൈൻ പിടിച്ച് കയറിയിരിക്കുകയാണ്. നമുക്ക് 3 മണിക്കൂർ 25 മിനിറ്റാണ് നമ്മുടെ യാത്രയുടെ ദൈർഘ്യം വരുന്ന സമയം. അപ്പോൾ ആ അത്ര നേരം എടുത്താണ് 160 കിലോമീറ്റർ ഈ വണ്ടി ഓടി മധുരയിൽ നിന്ന് രാമേശ്വരം ചെന്ന് എത്തുന്നത്. ഭംഗി എന്ന് പറയുന്നത് എളുപ്പമല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഡീസൽ ലോക്കോയും വെച്ച് പോണ സമയത്ത് അതിനെക്കാട്ടിലും ഇരട്ടിക്കും ആ ഭംഗി. ഇവിടെ നിന്ന് നമുക്ക് ആ ചഗ് ചെയ്ത് പോണതിൻ്റെ ആ പുക ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ നമ്മുടെ ഡീസൽ ലോക്കോയുടെ WP4. ഇപ്പോൾ ആൽക്കം കൂടെ ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയാണ്. എന്നാലും ഡീസൽസ് ഒട്ടും കുറവൊന്നുമില്ല കേട്ടോ. നല്ല രസം തന്നെയാണ്. നമുക്ക് കുറച്ചും കൂടി നല്ലൊരു എന്താ പറയുക ആക്സിലേറ്റ് ചെയ്യുമ്പോൾ ചഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മധുരൈ വിട്ട ഉടനെ അടുത്ത സ്റ്റേഷനായ മധുരൈ ഈസ്റ്റിൽ വന്ന് കയറിയിരിക്കുക കേട്ടോ. നമ്മൾ ഇവിടെ നമ്മുടെ പാസഞ്ചറിന് സ്റ്റോപ്പുണ്ട്, നല്ല തിരക്കുണ്ട് ഇവിടുന്ന് കയറാനായിട്ട്. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. 1 മിനിറ്റ് തന്നെ ഹോൾട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നല്ല തിരക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ. അപ്പോൾ ഇതെന്തായാലും എനിക്ക് തോന്നുന്നു മാനാമധുര വരെ ഒരു തിരക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ആ റൂട്ടിൽ കൂടെ തന്നെ പോകണതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കിൻ്റെ സാധ്യത അവിടെ ഇറങ്ങുന്നു തോന്നുന്നു. നമ്മൾ മധുര ഈസ്റ്റിൽ വിട്ടിരിക്കുകയാണ്. കണ്ടോ ആ ചഗ്ഗിങ്ങിൻ്റെ സൗണ്ട് ശരിക്കും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കുറച്ച് നേരമായിട്ട് ഈ ഒരു സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ കുറച്ച് നേരം മുന്നേ അടിച്ച് പറഞ്ഞ് വന്നിട്ട് നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റായിട്ട് ഈ സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ തിരുപ്പച്ചട്ടി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ നമ്മൾ കയറും കേട്ടോ.
അപ്പോൾ അവിടം വരെ പതുക്കെ പോകുള്ളൂ തോന്നുന്നുണ്ട് എനിക്ക്. കാരണം കുറച്ച് നേരമായിട്ട് ഇപ്പോൾ ഈ സ്പീഡ് തന്നെയാണ് നമ്മുടെ വണ്ടി എടുത്ത് പോകുള്ളൂ. ഇടയ്ക്കൊന്ന് സ്പീഡ് എടുത്തു, വീണ്ടും സ്ലോ ആക്കി, അപ്പോൾ വീണ്ടും എടുത്തു തുടങ്ങിയിരിക്കാട്ടോ സ്പീഡ്. ഇവിടുത്തെ പ്ലാറ്റ്ഫോമൊക്കെ ഞാൻ നോക്കിയെടുത്തോളം മിക്കത് ലൂപ്പ് ലൈനിലാട്ടോ വരുന്നത്. അപ്പോൾ നമ്മളിവിടെയും തിരുപ്പാച്ചട്ടി നമ്മൾ ലൂപ്പാണ് കയറുന്നത്. നേരത്തെ ഒരു സ്റ്റേഷൻ നമ്മൾ കടന്നു വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതും നമ്മളിതേപോലെ ലൂപ്പിലായിരുന്നു, തിരുഭാവനം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരുപ്പാച്ചട്ടി ഇപ്പോൾ വന്ന് കയറുകയാണ്. ഇവിടെയും 1 മിനിറ്റ് തന്നെ ഹോൾഡ് ഉണ്ടായുള്ളൂ കേട്ടോ. വന്നു, ആൾക്കാർ ഇറങ്ങി കയറി, അപ്പം തന്നെ നമ്മൾ എടുക്കുകയാണ് കേട്ടോ തിരുപ്പാച്ചട്ടിയിൽ നിന്ന്. നമ്മൾ ഈ പാരലിൽ കാണുന്നത് രാമേശ്വരം പോകുന്ന ഹൈവേ ആണ് കേട്ടോ. രാമേശ്വരം അതേപോലെ തന്നെ മാനാമധുര അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു ഹൈവേ ആണ് കാണുന്നത്. നമ്മുടെ ഈ സിംഗിൾ ലൈൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കേട്ടോ, പാരലായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ സിംഗിൾ ലൈൻ തന്നെയാണ് നമുക്ക് വരുന്നത്. മാനാമധുര വരെ നമ്മുടെ വണ്ടി സിംഗിൾ ലൈൻ തന്നെയായിരിക്കും. സിംഗിൾ ലൈൻ പിടിച്ച് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു 5 മിനിറ്റിൽ മാനാമധുര എത്തും കേട്ടോ. നമ്മൾ ലേറ്റാണ്, ഒരു 10 മിനിറ്റോളം ലേറ്റാണ് നമ്മൾ മാനാമധുര ചെന്ന് കയറുമ്പോൾ. മാനാമധുര എടുക്കാറുമ്പോൾ നമ്മുടെ സൈഡിൽ ഒരു ലൈൻ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് ഭാഗത്തു നിന്ന് ഒരു ലൈൻ ഇങ്ങനെ നമ്മുടെ ഒപ്പം തന്നെ വന്ന് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെന്ന് കയറും കേട്ടോ. നമ്മൾ 10 മിനിറ്റ് ലേറ്റായിട്ട് മാനാമധുര വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. 7:50 നമ്മുടെ വണ്ടി എത്തേണ്ടതാണ്. 8 മണിക്കാണ് നമ്മൾ ചെന്ന് മാനാമധുര കയറുന്നത് കേട്ടോ. ഇതൊരു ജംഗ്ഷൻ സ്റ്റേഷനും കൂടെയാണ്. നമ്മൾ 10 മിനിറ്റ് ലേറ്റായിട്ട് ഇതേ വന്ന് കയറാണ് കേട്ടോ. ഇവിടെ ഈ വണ്ടിയുടെ കുറച്ച് തിരക്കൊക്കെ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. കുറച്ച് അതേപോലെ തന്നെ കയറാനുണ്ട്. നമ്മുടെ ഡീസൽ ലോക്കോന് ഫ്യൂവൽ ഫില്ല് ചെയ്യണ ഒരു ഭാഗം തോന്നുന്നു കേട്ടോ, ഇന്ത്യൻ ഓയിലിൻ്റെ. നമ്മൾ മാനാമധുര വന്ന് കയറുകയാണ്. ഹോൾട്ടിന് ശേഷം നമ്മുടെ വണ്ടി എടുക്കാം കേട്ടോ മാനാമധുര ജംഗ്ഷനിൽ നിന്ന്. ഇവിടെ വന്നിട്ട് അത്യാവശ്യം ആൾക്കാർ ഇറങ്ങി കയറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കേട്ടോ കൂടുതൽ നേരം ഇട്ടിട്ടുള്ളത്. വന്ന് കയറി ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളിത് ഇവിടെ നിന്ന് വിടുകയാണ്. തിരക്കുമ്പോൾ വെച്ചാൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വണ്ടിയിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ ചോദിച്ചാൽ പറയാൻ കഴിഞ്ഞത് പരമക്കുടി എത്തുമ്പോഴേക്കും വണ്ടി കാലിയാവുന്നാട്ടോ പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞാൽ സൂടിയൂർ കഴിഞ്ഞാൽ പരമക്കുടി ആട്ടോ അടുത്ത സ്റ്റേഷൻ വരുന്നത്. അതാകുമ്പോഴേക്കും നമ്മുടെ വണ്ടി ഒന്ന് ഫ്രീ ആവുമെന്ന് കേട്ടു. നല്ല കാഴ്ച കേട്ടോ ഇവിടെ. പ്രത്യേകിച്ച് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു 6 മണി 6:30 വന്നിരുന്നെങ്കിൽ ഈ ഒരു ഭാഗം നല്ല രസമുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇവിടെ പതുക്കെ കേട്ടോ നമ്മുടെ വണ്ടി പോണത്. ഈ ഭാഗത്തിൽ കൂടെ എടുത്തിട്ട് സ്പീഡ് എടുത്ത് തുടങ്ങിയിട്ടില്ല നമ്മുടെ വണ്ടി.
സ്റ്റേഷനിൽ നിന്ന് എടുത്ത വഴിക്ക് ആ തിരിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ലോക്കോ സ്പീഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 14 മിനിറ്റ് ഡിലേയോടുകൂടി പരമക്കുടി വന്ന് കയറാട്ടോ. 8:14 എത്തേണ്ട, നമ്മൾ 8:33 നമ്മളാണ് വന്ന് കയറുന്നത്. ഇതാണ് കേട്ടോ പരമക്കുടി സ്റ്റേഷൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ കൂടെയാണ് ആൾക്കാർ ഇറങ്ങി പോകുന്നത് കേട്ടോ. നമ്മുടെ വണ്ടി ഇത് ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ. 3 മിനിറ്റാണ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഹോൾട്ട്. നമ്മൾ രാമനാഥപുരം വന്നുകൊണ്ടിരിക്കുക കേട്ടോ. 8:49 കയറേണ്ട നമ്മുടെ വണ്ടി 15 മിനിറ്റ് ഡിലേ ഉണ്ട് കേട്ടോ. അപ്പോൾ 9:05 കയറുന്നത്. ഇവിടെ എത്തുമ്പോഴേക്ക് നല്ലോണം തിരക്കിറങ്ങാനൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ നിന്ന്. അകത്ത് കയറിയിട്ടുണ്ടല്ലോ സ്റ്റേഷൻ്റെ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇറങ്ങാനൊക്കെ ഉണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ടോ. ഫ്രണ്ടിലായതുകൊണ്ടായിരുന്നു നമുക്ക് നല്ലോണം തിരക്ക് കയറുന്നുണ്ട് നമ്മളെല്ലാം കോച്ചിൽ. രാമനാഥപുരം എത്തിയപ്പോൾ നമ്മുടെ വണ്ടിയുടെ തിരക്ക് മൊത്തത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ പുറത്താണ്. അപ്പോൾ നമ്മൾ കാണുന്നത് മൊത്തത്തിൽ ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ. നമ്മുടെ വണ്ടി രാമനാഥപുരത്തിൻ്റെ അടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് സ്റ്റോപ്പുകളുണ്ട് നമ്മുടെ രാമേശ്വരം എത്താനായിട്ട്. ഇവിടെ 2 മിനിറ്റിൻ്റെ ഹോളിന് ശേഷം ഇവിടെ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഇവിടെ നല്ലോണം തിരക്കിറങ്ങിപ്പോൾ കേട്ടോ. പക്ഷേ രാത്രിക്ക് നമുക്ക് തിരിച്ച് കയറിയിട്ട് കാണുന്ന വണ്ടിയിൽ.
പാമ്പൻ പാലം വരിക. നമ്മൾ 1 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം മണ്ഡപത്തിൽ നിന്ന് ഡിപ്പാർട്ട് ആവാം കേട്ടോ. പാമ്പൻ പാലത്തിലേക്ക് കടക്കാൻ പോവാട്ടോ. നമ്മളിപ്പോൾ കയറും പാമ്പൻ പാലത്തിലോട്ട്. എത്തിക്കൊണ്ടിരിക്കുകയാണ് പാമ്പൻ പാലം. നമ്മൾ കയറാട്ടോ പാമ്പൻ പാലത്തിലൂടെ. ആ നേരെ കാണുന്നതാട്ടോ നമ്മുടെ പഴയ റെയിൽവേ ലൈൻ പോയിരുന്നത്. നമ്മുടെ പുതിയ പാലത്തിന് മേലെ കൂടെ കയറാൻ പോവാണ്. പാമ്പൻ ബ്രിഡ്ജ്, നമ്മുടെ ഇന്ത്യയിലെ മാർവൽ, അതിശയം എന്നൊക്കെ പറയാം. നമ്മുടെ അതിശയത്തിൻ്റെ മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഡീസലൊക്കെ അങ്ങനെ പോണ കാണാൻ നല്ല രസമുണ്ട് പാമ്പിൻ്റെ മേലെ കൂടെ. ഇതാട്ടോ നമ്മുടെ പുതിയ ഹൈഡ്രോളിക് പാലം വരുന്നത്. നമ്മുടെ പഴയ പാലാണ് കാണുന്നത്. പുതിയ പാലം വരുന്നത് മേലോട്ട് പോകും. സിപ്പറിൻ്റെ സമയത്ത് ചെറിയൊരു പാലം. അങ്ങനെ നമ്മൾ നമ്മുടെ പാമ്പൻ പാലം ബ്രിഡ്ജ് കിടക്കുകയാണ്. പാമ്പൻ സ്റ്റേഷൻ എക്സിറ്റ്. നേരെ ചെന്ന് കയറുന്നത് പാമ്പൻ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ മധുരയിൽ നിന്ന് വിട്ടിട്ട് മധുര ഈസ്റ്റ് വരെ തിരക്കൊന്നുണ്ടായിരുന്നില്ല കേട്ടോ. മധുര ഈസ്റ്റിൽ നിന്ന് തിരക്ക് കയറി തുടങ്ങിയതാണ്. പിന്നെ പരമകുടി വന്നിട്ട് കുറച്ച് പേര് ഇറങ്ങി. പരമകുടിയിൽ നിന്ന് കുറച്ച് പേര് അതിനേക്കാളും കൂടുതൽ കയറി കേട്ടോ. പിന്നെ രാമനാഥപുരം എത്തിയപ്പോഴാണ് വണ്ടി കാലിയത്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ തിരക്ക് കൂടാനുള്ള സാധ്യത ഉണ്ട് തോന്നുന്നു കേട്ടോ. നമ്മുടെ പാസഞ്ചറിൽ റണ്ണും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ. ഒരു 19-20 മിനിറ്റ് അടുപ്പിച്ച് ഡിലേ ഉണ്ട്. നമ്മളിപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മണ്ഡപമൊക്കെ വന്ന് നമ്മൾ പാമ്പനൊക്കെ നല്ലതായിട്ട് ക്യാപ്ചർ ചെയ്ത് പാമ്പൻ സ്റ്റേഷനും കഴിഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത രാമേശ്വരമാണ്. എനിക്ക് തോന്നുന്നു മറ്റേ പാമ്പൻ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് 9:50 കേട്ടോ കാണിച്ചിരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് രാമേശ്വരം ബിഫോർ ടൈമാണ്. പക്ഷെ എനിക്ക് തോന്നില്ല, കാരണം ഇപ്പോൾ അഴിച്ചിലാണ് വണ്ടി ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും രാമേശ്വരം ഓൺ ടൈം കയറ്റാനുള്ള സാധ്യത തോന്നുന്നുണ്ട് നമ്മുടെ വണ്ടി. നല്ല റണ്ണായിരുന്നു ഇതുവരെ. അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ ഭുവനേശ്വർ വീക്കിലി സൂപ്പർ ഫാസ്റ്റ് ആട്ടോ. 20,880 രാമേശ്വരം ഭുവനേശ്വർ വീക്കിലി. വിശാഖപട്ടണത്തിൻ്റെ WAP7 ആട്ടോ ലോക്ക് വരുന്നത്.
ഇത് പോകാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇത്ര നേരം പതുക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ കടന്നത്. നമ്മൾ ഇനി എടുക്കും. നമ്മളിവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഭുവനേശ്വർ വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് പോയതിന് ശേഷം നമ്മളിത് ഇവിടെ നിന്ന് എടുക്കുകയാണ്. നമ്മളിവിടെ നിന്ന് കയറി മെയിൻ ലൈനിലോട്ട് കയറും കേട്ടോ. അപ്പോൾ നമ്മൾ UP കൊണ്ടാണ് പിടിച്ചത്. അപ്പോൾ UP നിന്ന് ഇപ്പം അങ്ങോട്ട് കയറി നമ്മൾ ആ രാമേശ്വരം 3 ലൈനിലോട്ട് കയറും. നമ്മൾ രാമേശ്വരം എത്താറായിട്ടോ. ഔട്ടറിലായി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇതാണ് ആ ഹോം സിഗ്നൽ കാണുന്നത് കേട്ടോ. നേരെ ചെന്ന് നമ്മളിപ്പോൾ സ്റ്റേഷനിൽ കയറും. അവിടെ ഒരു WD-40 ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെന്ന് കയറും, നേരെ കയറും. നമ്മളിത് ചെന്ന് കയറാൻ പോകാട്ടോ രാമേശ്വരം. അപ്പോൾ നമ്മൾ ആ സിംഗിൾ ലൈനിൽ നിന്ന് ലൂപ്പ് കയറിയാണ് നമ്മളെ പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ തിരിഞ്ഞ് കയറാണ്. നമ്മൾ 15 മിനിറ്റ് ബിഫോർ അടിച്ച് നമ്മൾ രാമേശ്വരം എത്തിയിരിക്കുക കേട്ടോ. 10:25 നമ്മുടെ വണ്ടി എത്തേണ്ടത്. നമ്മൾ 10:10 തന്നെ കയറാണ് രാമേശ്വരം സ്റ്റേഷൻ. ഇപ്പുറത്തെ സൈഡിൽ 2 WP4 ഒരു WP7 ആയിട്ട് കൊടുക്കണത്. ഇറക്കോണത്തിൻ്റെ ഒരു P4 ആണ് മുമ്പിലുള്ളത്. അതിൻ്റെ ബാക്കിലുള്ളതും അത് ഈ റോഡ് ഷെഡിൻ്റെ ആട്ടോ. ഈ റോഡ് ഷെഡിൻ്റെ 22281 ഒരു P4. പിന്നുള്ളത് ഗോമു ഷെഡിൻ്റെ WP7 ആട്ടോ ഉള്ളത്. 39152. തോന്നുന്നു അതാ നമ്മുടെ ഭുവനേശ്വർ വീക്കിന് വന്ന ലോക്കാസ് തോന്നുന്നുണ്ട് കേട്ടോ. അതിന് വരാനുള്ള ലോക്കാന്ന് ചാൻസ് ഉണ്ട്. നമ്മളിത് 15 മിനിറ്റ് ബിഫോർ അടിച്ച് കയറാണ് രാമേശ്വരം. ഇതിപ്പോൾ തിരിച്ചു പോകുന്നു തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ആൾക്കാരൊക്കെ വന്ന് ഇത് കയറാൻ നിൽക്കുന്നുണ്ട് റെഡി ആയിട്ട്. ഇത് പറഞ്ഞത് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ. നമ്മൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വന്ന് കയറിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വട്ടം വന്ന സമയത്ത് രാമേശ്വരം സ്റ്റേഷൻ്റെ പണികൾ ഒരുവിധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. ഒരു 80% പണിയായിരുന്നു കേട്ടോ. നമ്മൾ രാമേശ്വരം മംഗലാപുരം എക്സ്പ്രസ്സിൽ വന്ന സമയത്ത് ഇതൊക്കെ ആവണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം നല്ലോണം പണി കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ സമയത്താവും നമ്മുടെ ഒരു പ്രപ്പോസൽ കേട്ടിരുന്നു. നമ്മുടെ രാമേശ്വരം ചെന്നൈ എഗ്മോർ വന്ദേ ഭാരത്. അത് മിക്കവാറും ഒരു ചാൻസ് ഒക്കെ തന്നെ കയറുന്നുണ്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ സമയത്തൊക്കെ അതാവാൻ സാധ്യതയുണ്ട് തോന്നുന്നു. നമ്മളിതേ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുമ്പിലോട്ട് നമ്മുടെ സ്റ്റേഷൻ്റെ എൻട്രൻസ് ലക്ഷ്യമാക്കി. നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു വഴിയാട്ടോ ഇത്. ഇവിടെ മൊത്തം കണ്ടില്ല. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇത്രേ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ നല്ലോണം രീതിക്ക് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഞാൻ രാമേശ്വരം മാംഗ്ലൂർ എക്സ്പ്രസ്സിന് പോണ സമയത്ത് ഈ ഒരു വഴി കൂടി ആട്ടോ കയറിയത്. ഈ പുറത്തത്തെ റോട്ടിൽ കൂടെ വന്ന് ഇങ്ങനെ കയറിയിരുന്നതിനകത്തേക്ക് ചെന്നിരുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊന്നും വ്യത്യാസമില്ല കേട്ടോ. നേരെ നമ്മളിപ്പോൾ ചെന്നകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ അമൃത എക്സ്പ്രസിൻ്റെ റേക്ക് സെക്കൻഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വന്ന ബോട്ട് മെയിലിൻ്റെ റേക്കാണ്. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പോകണം അമൃതയായിട്ട് പോവുക. അതുപോലെ ഇന്ന് ഇവിടെ എത്തിയ അമൃതയാണ് രാത്രി വൈകിട്ട് ഇവിടെ നിന്ന് ബോട്ട് മെയിലായിട്ട് തിരിച്ചു പോവുക. നമ്മൾ വന്നില്ലേ ആ പാസഞ്ചർ ഇപ്പോൾ തിരിച്ച് 56,714 നമ്മുടെ മധുരൈ പാസഞ്ചറായിട്ട് തിരിച്ചു പോട്ടോ. അത് 11:30 പ്ലാറ്റ്ഫോം 1 തന്നെ എടുക്കുള്ളൂ. നമ്മൾ വന്നിറങ്ങിയത് 1 തന്നെ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ കുറേ പേര് അവിടെ കയറാൻ നിൽക്കുമെന്ന് പറഞ്ഞില്ലേ. 11:30 നമ്മുടെ വണ്ടി ഇപ്പോൾ തിരിച്ചു പോകും.
ഇതാണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് തോന്നിട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ വീഡിയോ ഒക്കെ എൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് എൻട്രൻസിൻ്റെ അവിടെയാണുള്ളത്. ഇതാട്ടോ ഇപ്പോൾ ആക്ച്വലി പണി കഴിയുന്ന സമയത്തുള്ള രാമേശ്വരം സ്റ്റേഷൻ്റെ ഫ്രണ്ട് എൻട്രൻസ്. അപ്പോൾ ഇത് കൂടെ ഇപ്പോൾ ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷേ ഉള്ളിലോട്ടുള്ളത് നമുക്ക് ഈ സൈഡിൽ കൂടെ തിരിഞ്ഞ് വേണം പോകാൻ കേട്ടോ. ഈ നേരെ ഡയറക്റ്റ് ഉള്ളിലോട്ടുള്ള ആക്സസ് ആയിട്ടില്ല. അത് മൊത്തത്തിൽ പണി കഴിഞ്ഞാൽ മാത്രമേ ആവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ് ബിഫോർ അടിച്ച് രാമേശ്വരം വന്ന് കയറി കേട്ടോ. നമ്മുടെ പാസഞ്ചർ 10:10 നമ്മൾ രാമേശ്വരം വന്ന് കയറി. 10:25 എത്തേണ്ടത്. 15 മിനിറ്റ് ബിഫോറൊക്കെ അടിച്ച് നമ്മളിവിടെ കയറി പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയായിട്ട് നമ്മുടെ സ്റ്റേഷൻ്റെ നമ്മൾ അന്ന് വന്ന സമയത്ത് ഇതിൻ്റെ പണികൾ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ രാമേശ്വരം മംഗലാപുരം എടുക്കുന്ന സമയത്ത് ഇവിടെ വന്നിരുന്നു കേട്ടോ. അന്ന് ഇൻട്രോ ഒക്കെ തുടങ്ങിയത് ഇവിടെ നിന്നായിരുന്നു. അന്ന് ഇതിൻ്റെ പണി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് പണി ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. ഒരു 80% പണി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പാസഞ്ചറുടെ അടിപൊളി യാത്രയൊക്കെ അവസാനിപ്പിച്ച് നമ്മളിത് രാമേശ്വരം വന്ന് എത്തിയിരിക്കുക കേട്ടോ. നല്ല യാത്ര തന്നെയായിരുന്നു, കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല. എന്താ പറയുക, നമ്മൾ ഒരു മണ്ഡപം വരെയൊക്കെ നമ്മൾ കുറച്ച് ലേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സ്ലാക്ക് ടൈം കുറേ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബിഫോർ അടിച്ച് രാമേശ്വരം വന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ മധുരൈ രാമേശ്വരം പാസഞ്ചറുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. പാക്കലാം ഗൈസ്. ബൈ ഫ്രം രാമേശ്വരം.